നമസ്കാരം. അധ്യാപകരുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്ത കേട്ടിട്ടില്ലാത്ത എയ്ഡഡ് അധ്യാപകരെ പുറത്താക്കും, സ്കൂൾ മാനേജർമാരെ അയോഗ്യരാക്കും എന്ന ടൈറ്റിലോട് കൂടിയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ ഒരു കാരണം എന്ന് പറയുന്നത്? ഇന്നലത്തെ ഡേറ്റിൽ 21/3/2025 പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം പുറത്തിറക്കിയിരിക്കുന്ന ഒരു അപ്ഡേഷനാണ് ഇതിൻ്റെ വാർത്തയിലേക്ക് നയിച്ചിരിക്കുന്നത്. അതായത് വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു സിസ്റ്റത്തിലെ ചില പോരായ്മകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എയ്ഡഡ് സിസ്റ്റവും അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകളൊക്കെ ആയിട്ട് പല രീതിയിലാണ് വിദ്യാഭ്യാസ രംഗം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമായിട്ട് വരികയും, നമുക്കറിയാം ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ തന്നെ അവരുടെ ഏറ്റവും വലിയ അവകാശങ്ങളൊന്നായിട്ട് പറയുന്ന ഒരു കാര്യത്തിനകത്ത് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ക്വാളിറ്റിയുള്ള അധ്യാപകരിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന ലക്ഷ്യത്തോടുകൂടി രാജ്യം സീറ്ററ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ സംസ്ഥാനം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ വർഷങ്ങളായിട്ട് BEd പഠിക്കുന്ന DLD പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ആദ്യ വർഷങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പലപ്പോഴും എൻട്രി ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോംസ് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയും കഷ്ടപ്പെട്ട് പഠിച്ച് പഠനകാലത്ത് തന്നെ ഇത് ക്വാളിഫൈഡ് ആവുകയും അല്ലെങ്കിൽ അതിനുശേഷം കുത്തിയിരുന്ന് പഠിച്ച് 6 മാസമൊക്കെ കൂടിയിരുന്ന് പഠിച്ച് ക്വാളിഫൈഡ് ആയി എക്സാംസ് എഴുതിയൊക്കെ ജോലിയിൽ കയറുന്ന ആൾക്കാരെ നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് കുറേ നാളുകളായിട്ട് ഇപ്പോൾ വളരെ വലിയ തോതിൽ അല്ലെങ്കിൽ ഒരു 100ഓളം അധ്യാപകരുടെ കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അത്തരത്തിൽ ബിഹൈൻഡ് ദ ഡോർ വഴി എന്നൊക്കെ വേണം നമുക്ക് പറയാൻ പറ്റും. കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരെ മാനേജ്മെൻറ്റ് സ്വജനപക്ഷപാതത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കയറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ക്രിറ്റിസിസം വന്നതാണ് നമ്മുടെ സമൂഹത്തിലും ഗവൺമെൻറ് തലത്തിലൊക്കെ. ഗവൺമെൻറ് ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള അധ്യാപകർക്ക് കേറ്ററ്റ് ക്വാളിഫൈഡ് ആവാത്തവർ 5 വർഷത്തിനുള്ളിൽ ക്വാളിഫൈഡ് ആവണം, 2012 മുതൽ 19 വരെ ഉള്ളവർക്ക് 5 തവണ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ ക്വാളിഫൈഡ് ആവണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അത് ക്വാളിഫൈഡ് ആവാത്ത ആളുകളുണ്ട്. അവർക്ക് സ്പെഷ്യൽ കേറ്ററ്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2019 ശേഷം കേറ്ററ്റ് നിർബന്ധമാക്കിയിട്ടും പലയിടത്തും കേറ്ററ്റ് ഇല്ലാത്ത ആൾക്കാരെ നിയമിക്കുകയും പിന്നീട് ഇത് കിട്ടിയാൽ അവരെ സ്ഥിരപ്പെടുത്തുന്ന രീതിയിലൊക്കെ ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെല്ലാം ആദ്യം പുറത്താക്കുക എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളത്. ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് 2019-20 ശേഷം നിയമിച്ചിട്ടുള്ള കേറ്ററ്റ് ഇല്ലാത്ത അധ്യാപകരുണ്ടെങ്കിൽ അവരെ പുറത്താക്കണം. അതുപോലെ 2012-19 നിയമിച്ച ആൾക്കാർക്ക് ഇത്തരത്തിൽ നമുക്ക് മുകളിലേക്കുള്ള പ്രൊമോഷൻ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഡീപ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്കും സത്യത്തിൽ ഒന്നാലോചിച്ച് നോക്കും, 5 വർഷത്തിനുള്ളിൽ എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാത്തവർ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേറെ ക്വാളിഫിക്കേഷനുമായിട്ട് പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് അത് അവരോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് കൃത്യമായിട്ട് ഈ ഒരു റിപ്പോർട്ടിന്മേൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വിഷയമായിട്ട് പറഞ്ഞിരിക്കുന്ന സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ നിശ്ചിത കാറ്റഗറിയിൽ കേറ്ററ്റ് യോഗ്യത ഇല്ലാത്ത അധ്യാപകർ നിയമനം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം നൽകുന്ന പ്രവണത നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കുലറായിട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അവർ അവിടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിൽ അവിടെ പ്രധാനമായിട്ടും ആ ഒരു ബോൾഡ് ലെറ്ററിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം വായിച്ചു നോക്കുക. മതിയായ വിഭാഗം കേറ്ററ്റ് അല്ലെങ്കിൽ കാറ്റഗറി 1, 2, 3, 4 ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിക്കുന്നതോ സ്ഥാനക്കയറ്റം നൽകുന്നതോ നിയന്ത്രിക്കുന്നതിന് സർക്കാർ പരാമർശം 1 പ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയ നിർദ്ദേശം നടപ്പിൽ വരുത്തി ചുവടെ ചേർക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും മാനേജർമാർക്കും നൽകുന്നു. പ്രസ്തുത സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ ചില എയ്ഡഡ് സ്കൂൾ മാനേജർമാർ കേറ്ററ്റ് യോഗ്യത ഇല്ലാത്തവരെ നിയമിക്കുകയും നിയമനാംഗീകാരം നിരസിക്കുന്നതിനെ തുടർന്ന് അവർ കേറ്ററ്റ് യോഗ്യത നേടിയ തീയതി മുതൽ പുതുക്കിയ പ്രപ്പോസൽ സമർപ്പിച്ച് അംഗീകാരം നേടുകയും ചെയ്തു വരുന്നു. ഈ പ്രവണത കർശനമായി നിയന്ത്രിക്കേണ്ടതാണ്. അപ്പോൾ അതായത് കേറ്ററ്റ് ഇല്ലാത്ത ആൾക്കാരെ നിയമിച്ചിട്ട് കേറ്ററ്റ് നേടിക്കഴിയുന്ന ഡേറ്റ് തൊട്ടിട്ട് അവരെ വീണ്ടും, അതായത് ആ പോസ്റ്റ് അവിടെ ഇട്ടുകൊണ്ടിരുന്നു, വേറെ ആർക്കും കൊടുക്കാതെ അവർക്ക് വേണ്ടിയിട്ട് കാത്തു കെട്ടി കിടന്നിട്ട് അവർക്ക് പിന്നീട് അപ്രൂവൽ ആക്കി കൊടുക്കുന്ന രീതിയിലുള്ള ബിഹൈൻഡ് ദ ഡോർ കളി നടക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൃത്യമായിട്ട് അവർ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. പൂർണ്ണ യോഗ്യതയുള്ളവരെ മാത്രമേ അധ്യാപകരായി നിയമിക്കാവൂ എന്നിരിക്കെ യോഗ്യത ഇല്ലാത്തവരെ നിയമിക്കുകയും കേറ്ററ്റ് യോഗ്യത നേടുന്നവരെ നിയമനാംഗീകാരമില്ലാതെ കേറ്ററ്റ് യോഗ്യത നേടുന്നതുവരെ നിയമനാംഗീകാരമില്ലാതെ അധ്യാപനം തുടരുകയും ചെയ്യുന്നത് യോഗ്യതയുള്ള അധ്യാപകർ പഠിപ്പിക്കാനുള്ള കുട്ടികളുടെ അവകാശത്തെ ഹനിക്കുന്നതാണ്. അതിനാൽ ചട്ടങ്ങൾക്കോ സർക്കാർ ഉത്തരവുകൾക്കോ വിരുദ്ധമായി യോഗ്യതയില്ലാത്ത അധ്യാപകരെ നിയമിക്കുന്ന മാനേജർമാരെ അയോഗ്യരാക്കിയിരിക്കും അല്ലെങ്കിൽ അയോഗ്യരാക്കണം. ഇത്തരം അധ്യാപകരെ ഉടനടി സേവനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനും അതത് വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുന്നു എന്നുള്ളതാണ്. അതുപോലെ ചട്ടവിരുദ്ധമായ സ്ഥാനക്കയറ്റം നൽകാൻ പറ്റില്ല എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് കേറ്ററ്റ് ഇളവിന് അർഹതയില്ലാത്തവർക്ക് ഉയർന്ന തസ്തികയിൽ സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിൽ കേറ്ററ്റ് യോഗ്യത നിർബന്ധമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. 2012 മുതലോ ശേഷമോ സ്ഥിര നിയമനത്തിൽ പ്രവേശിച്ച എയ്ഡഡ് സ്കൂൾ ജീവനക്കാരിൽ നിശ്ചിത കാറ്റഗറി കേറ്ററ്റ് ഉൾപ്പെടെയുള്ള മതിയായ യോഗ്യത നേടിയവരെ സ്ഥാനക്കയറ്റത്തിന് അർഹരാകും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട, അവർക്കും 5 വർഷം എഴുതാനുള്ള അവസരം കൊടുത്തിട്ടും കോവിഡിന്റെ സമയത്ത് നീട്ടി കിട്ടിയിട്ടും ഏതാണ്ട് 10 തവണ കിട്ടിയിട്ടുണ്ട് അവർക്ക് അവസരം എന്ന് കൃത്യമായിട്ട് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഓരോ തവണയും
നടക്കുന്ന വർഷത്തിൽ നടക്കുന്ന കേറ്ററ്റ് മാത്രമല്ല സ്പെഷ്യൽ കേറ്ററ്റ് നടത്തിയിട്ടുണ്ട്. എന്നിട്ടും കിട്ടാത്ത 2019 മുമ്പുള്ള അധ്യാപകരുണ്ട്. അവരും ശരിക്കും പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഇല്ലാതെയാണ് ഈ സ്കൂളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 21A എതിരായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വിദ്യാഭ്യാസം, ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമായിട്ടിരിക്കുമ്പോൾ അവർക്കെതിരായിട്ടുള്ള നടപടിയും എത്രയും പെട്ടെന്ന് സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത് ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാം ചലഞ്ച് ചെയ്യുന്ന കാര്യമാണ്. ഇത്രയേറെ അധ്യാപക വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി വന്ന് ക്വാളിഫിക്കേഷനുമായിട്ട് പുറത്ത് നിൽക്കുമ്പോൾ അവർക്ക് പരിഗണന കൊടുക്കാതെ ഇതില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും. ഇത് വലിയ സാമ്പത്തിക കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ വലിയ ഡൊണേഷൻ കോഴയും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗവൺമെൻറ് ഏറ്റവും നല്ലൊരു നടപടിയായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാവട്ടെ, നന്നായി പഠിച്ചിറങ്ങുന്നവർക്ക് ഈ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. ഇതിൽ പിന്നോട്ട് പോകാതിരിക്കട്ടെ സർക്കാർ എന്ന് ആശംസിക്കാം. നമുക്ക് പുതിയ കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷനുകളൊക്കെ വലിയ താമസമില്ലാതെ വരും. പഴയ കേറ്ററ്റിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പലരും. അത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും അപ്ഡേഷൻസ് ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസൊക്കെ ആയിട്ട് ഈ ചാനലിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.